ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ബീഫ് കട്ട്ലറ്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഏകദേശം ഒരു 200-250 ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി, ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കിത് വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് സവാള, ഒരു പകുതി സവാളയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് വേവിച്ചെടുത്താൽ നന്നായിരിക്കും. എന്നിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാതെ എടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് ചെറുതാക്കി എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മിക്സി ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഏകദേശം നല്ല വലിപ്പമുള്ള ഒരു സവാള എടുക്കാം. പിന്നെ ഒരു 8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 4 ചൂഞ്ഞമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം മറ്റു മുളകാണ് വെച്ചെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്താൽ മതി. കുട്ടികളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും, നമുക്കത് കഴിക്കുമ്പോൾ അത്ര സുഖം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ ഇതെല്ലാം കൂടി ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഫൈൻ പേസ്റ്റ് ആയിട്ട് വരണ്ട, കട്ട്ലേറ്റിലേക്ക് എപ്പോഴും ചതച്ച് ചേർക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇടിച്ചെടുക്കണം. പിന്നെ കുറച്ച് മല്ലിയില, അത് ഓപ്ഷനാണ്, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ക്രംസ് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പാനിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം പൊടിച്ചെടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പം നമുക്കിത് അതിന് ശേഷം ചെയ്യാം കേട്ടോ. ഇത് പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ക്രംസിൽ നമുക്ക് കറിവേപ്പില ഇതുപോലെ തന്നെ ഓയിൽ ഒഴിക്കാതെ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കൂ. പിന്നെ അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 3 പൊട്ടോട്ടോ എടുത്തിട്ടുണ്ട്. ഏകദേശം 3 എണ്ണം മതിയായിരിക്കും. വലുതാണ് വെച്ചെങ്കിൽ 2 എണ്ണം മതിയാവും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 3 മുട്ടയാണ്. അപ്പം 3 മുട്ടയുടെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 2 മുട്ടയേ വേണ്ടൂ. ഇതിൻ്റെ യെല്ലോ എടുക്കുന്നുണ്ട് വെച്ചെങ്കിൽ 2 മുട്ടയുടെ ആവശ്യമുള്ളൂ. ഞാൻ യെല്ലോ ഉപയോഗിക്കുന്നില്ല, അത് കാരണമാണ് 3 എണ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യം ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ആവശ്യം. അത് നമുക്ക് കട്ട്ലേറ്റ് പൊട്ടി പോവാതിരിക്കും. ആദ്യം തന്നെ നമുക്ക് ബ്രെഡ് ഒന്ന് ചൂടാക്കാം, അതിന് ശേഷം പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും ഓയിലില്ലാതെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്കിത് വേഗം പൊടിഞ്ഞ് കിട്ടും. അപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ബ്രെഡും ചൂടാക്കിയത് ഇട്ട് കൊടുക്കാം. അതേപോലെ പിച്ചി ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് പൊടിച്ചെടുക്കാനും പറ്റും. ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടെന്നാലും മിക്സി ജാറിലിട്ട് ഒരു കറക്കിയിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് കുത്തി നിറച്ചിടണ്ട. ഇപ്പോൾ 2 എണ്ണമൊക്കെ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് പിന്നെ ബാക്കി 2 എണ്ണം എടുത്ത് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബ്രെഡെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കണ്ടില്ലേ വേപ്പില. ഇനി നമുക്കിത് കുറച്ച് കാലം സൂക്ഷിക്കണം എന്നുണ്ട് വെച്ചെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ച് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് അത് എടുത്ത് മാറ്റി വയ്ക്കാം. വീണ്ടും നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. ഇല്ല നമ്മളിപ്പോൾ മാത്രം ഉപയോഗിക്കേണ്ടത് വെച്ചെങ്കിൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ബീഫും ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറുതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആയി വരണം. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ജീരകം ഇതെല്ലാം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ പൊട്ടോട്ടോ നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ബീഫ് നമ്മൾ വേവിച്ചപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് പൊട്ടോട്ടയിലേക്കുള്ള ഉപ്പ് വേണം. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇതിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഇതുപോലത്തെ ചെറിയ ടീസ്പൂണിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ടീസ്പൂണാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ അതിനനുസരിച്ച് ബാലൻസ് ചെയ്യുക. നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടോട്ടയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായി ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഉപ്പ് കുറവുണ്ട് വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഒട്ടും തന്നെ വെള്ളമില്ലാതെ എടുത്തിട്ട്
നന്നായി ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ തണുത്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം. ഞാൻ ഇപ്പോൾ ഇതുപോലെ നീളനെയാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ എല്ലാം ഒരേ അളവിൽ എടുത്ത് ഇതുപോലെ ബോളാക്കി വെക്കുക. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഉരുട്ടിയിട്ട് നീളനാക്കി വെക്കുക. അപ്പോൾ എന്താ വെച്ചെങ്കിൽ എല്ലാം ഒരേ ഇതായിരിക്കും. അതുപോലെ തന്നെ തയ്യാറാക്കുന്നതൊക്കെ ഒരേ വലുപ്പത്തിലായിരുന്നെങ്കിൽ നമുക്ക് വെന്ത് കിട്ടുമ്പോഴൊക്കെ ഒരേപോലെ ആയി കിട്ടും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലവറിലേക്ക് നമ്മൾ ഡയറക്റ്റ് മുട്ട ചേർക്കുമ്പോൾ നമുക്കത് കട്ട പിടിച്ചാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കാരണം തന്നെ കോൺഫ്ലവർ ഒന്ന് ഇതാവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഞാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ 2 കാരണമാണ്. ഒന്നാമത്തത് നമ്മളിതാക്കുമ്പോൾ ഇതിൻ്റെ യെല്ലോ ഉണ്ട് വെച്ചെങ്കിൽ നമ്മുടെ എണ്ണയിൽ ഒന്ന് പതഞ്ഞ് പൊന്തും. അതിപ്പോൾ അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെല്ലോ ചേർത്തിട്ടുള്ള ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അതെനിക്ക് താല്പര്യമില്ല. അത് കാരണമാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് യെല്ലോ ചേർത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അത് കാരണമാണ് ഞാൻ 3 മുട്ട ചേർക്കുന്നത്. നമ്മൾ വൈറ്റ് മാത്രമാണ് വെച്ചെങ്കിൽ അധികം സ്മെല്ലൊന്നും ഉണ്ടായിരിക്കില്ല, മുട്ടയുടേതായ ആ ഒരു മണമൊന്നും ഉണ്ടായിരിക്കില്ല. അത് കാരണമാണ്. അതുപോലെ പതഞ്ഞ് പൊന്തുന്നത് ഒരുവിധമൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കുക. നന്നായി ഒന്ന് മുക്കിയതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഒന്നാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ കോൺഫ്ലവർ ചേർത്ത കാരണം തന്നെ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഇല്ലാതെയാവും കേട്ടോ. അത് കോൺഫ്ലവർ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ എല്ലാം നമ്മൾ ആക്കി വെക്കേണ്ട. ആദ്യത്തെ പ്രാവശ്യം ഇടുന്ന അത്രയും മാത്രം നമ്മൾ ഇതുപോലെ മുക്കിയിട്ട് ആക്കി വെച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ആക്കി വെക്കണം. അപ്പോൾ നമ്മുടെ ഇതിൽ 2 എണ്ണം ഇടാനുള്ള ഒരു സ്പേസേ ഉള്ളൂ. ഒരുപാട് നമ്മൾ ഇട്ട് കൊടുക്കണ്ട. നമ്മൾ എപ്പോഴും ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി ഭാഗം വരെയെങ്കിലും ഓയിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് 2 ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ ഉള്ളൊക്കെ നന്നായി വെന്ത് വരാൻ. ഇപ്പോൾ ഉള്ളിലത്തെ ഐറ്റംസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുള്ളത് തന്നെയാണ്. എങ്കിലും നല്ലൊരു ഫ്രൈ ആയി കിട്ടണമെന്നുണ്ട് വെച്ചെങ്കിൽ അത്രയും ഓയിൽ വേണം. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് ഡിപ്പ് ചെയ്ത് കെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രംസൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിം തന്നെ ഇട്ട് കൊടുക്കണം. നമ്മുടെ ബ്രെഡ് ക്രംസൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇതായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ അധികം ഫൈനായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടില്ല. അപ്പോൾ നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. നമ്മുടെ കട്ട്ലേറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ കോൺഫ്ലവറൊന്നും ഇല്ല ചേർത്ത കാരണം തന്നെ അത് പൊട്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞയില്ലാത്ത കാരണം എണ്ണയിൽ പതയൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നമ്മളത് നല്ലൊരു ടിഷ്യൂയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം കുറച്ചൊക്കെ കട്ട്ലേറ്റിലെ എണ്ണ കുടിക്കുമ്പോൾ നമുക്കറിയാലോ. അപ്പോൾ അത് മാറാൻ വേണ്ടി നമുക്ക് കുറച്ച് ടിഷ്യൂയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ എല്ലാ കട്ട്ലേറ്റും ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണക്കിൽ നമുക്കൊരു 10 കട്ട്ലേറ്റൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ആദ്യമായി കാണുന്നവരാണെന്ന് വെച്ചെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻസും അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്